ലക്ഷ്യം അതാണ്. അല്ലാഹുവേ, ആ ലക്ഷ്യമോ നന്നായില്ലെങ്കിൽ ഞങ്ങൾ പഴച്ചുപോയി, ആഖിബത്ത് മോശമായി പോയാൽ പിന്നെ ഒന്നും ഞങ്ങൾക്ക് ഖബറോ മഹ്ശറോ സ്വർഗമോ നരകമോ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല. അതുകൊണ്ട് ആ അവസാന നിമിഷം നന്നാവാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മരുന്നാണ്. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താണ്. ഒരു മനുഷ്യൻ അവന്റെ ആഖിബത്ത് നന്നാവാൻ, നിങ്ങൾ എല്ലാ മഹാന്മാരത്തും പോയി നോക്കിയ മഹാനാണെങ്കിൽ ആ മഹാൻ ദുആ ചെയ്യാൻ പറയുന്ന ഒരു കൂട്ടത്തിൽ ഒരു ദുആ പറയും, ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യട്ടോ. എല്ലാവരും ആവശ്യം എന്താ? ബാക്കി ലോകത്ത് നടക്കും. ആഖിബത്ത് നന്നാവാ എന്നുള്ളതാണ് പ്രശ്നം. ആഖിബത്ത് നന്നാവാ എന്നുള്ളതാണ് വിഷയം. ആലോചിച്ചു നോക്ക്. മഹാനായ ശൈഖുനാ ആനക്കരസി കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ജീവിതകാലത്ത് ഖബർ കുഴിച്ചു വെച്ചു എന്നാണ് ചരിത്രം. എന്തിനത്? ആ ഖബർ നോക്കിയാ എനിക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വരണം, ഞാൻ അങ്ങോട്ട് പോവാനുള്ള ആളാണെന്ന് ഓർമ്മ വരണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഒരാളെയും പേടിയില്ലാത്ത ആളാണ്. പക്ഷെ തലമുടി നരച്ചപ്പോ പേടി വരാൻ തുടങ്ങി. പഠിച്ചോനെ ഞാൻ മരിക്കും. ലോകത്ത് അങ്ങനെ അറിയപ്പെട്ട എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തെ വല്ലാതെ പേടിച്ചിരുന്നു. റബ്ബേ, എന്റെ മരണത്തിന്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഇന്റെ വസന്തമാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച വരികയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 12ന്റെ പൊന്നമ്പിളി നമ്മിലേക്ക് വരികയാണ്. എന്ത് രസകരമായ റബീആണ്, വസന്തമാണ്. എന്താ റബീഉൽ അവ്വൽ 12? അതിന്റെ മുമ്പത്തെ ഒരു ദിവസം നിങ്ങൾ ഓർക്കണേ, അത് ഈ വ്യാഴാഴ്ചയാണ്. റബീഉൽ അവ്വൽ 11 ആ 11ന് ഒരു പ്രത്യേകതയുണ്ട്. അത് അഷ്റഫുൽ ഹൽക്കിന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂലിന് ബോധമില്ലാതെ കടന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂല് ബോധമില്ലാതെ കടന്ന വല്ലാത്ത ഒരു രംഗമുണ്ട്. റബീഉൽ അവ്വൽ 11ന് 12ന് വഫാത്തിന്റെ ദിവസം നമ്മൾ മൗലിദ് ചൊല്ലുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ, റാലി നടത്തുമ്പോ, റസൂലുള്ളാഹിന്റെ വഫാത്തും റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുകയും മൗലിദ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോ ഹബീബായ തങ്ങളെ റബീഉൽ അവ്വൽ 11നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് അബോധാവസ്ഥയിൽ കിടക്കുകയാ. ആ സമയത്താ അല്ലാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് ബോധം വരുന്നത്. ബോധം തിരികെ കിട്ടിയപ്പോ ആയിഷ, പൊന്നുമോളെ ആയിഷ, ആയിഷ ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയെ വിളിക്കുന്നുണ്ട്. അല്ലാ, ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും വീട്ടിലുണ്ട്. ശക്തമായ പനിയാണ് റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കുറച്ച് ശമനം വന്നിട്ട് അതിന്റെ ശേഷം ബോധം പോയതാ. ബോധം തിരിച്ചു വരികയാ. ആയിഷ, ആയിഷ ഒന്നിങ്ങോടി വാ. അതാ ആയിഷ ബീവി ഓടി വരികയാണ്. എന്ത് പറ്റി റസൂലേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തു പറ്റി? ആയിഷ ബീവിയോട് പറയുകയാ, ഇന്ന സ്ഥലത്ത് ആയിഷ ഒന്ന് ചെല്ലണേ. അവിടെ ചെന്നിട്ട് 7 ദിർഹം ഞാൻ എടുത്തു വെച്ചതുണ്ട്. 7 ദിർഹം ഞാൻ എടുത്തു വെച്ചതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 7 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? ഇന്നത്തെ 150. ഇവിടത്തെ നമ്മുടെ ഇന്ത്യയുടെ ക്യാഷ് എടുത്ത് നോക്കുമ്പോ ഒരു 150 രൂപയോളം വരും. ആ 7 ദിർഹം ഒന്ന് കൊണ്ടുവരണേ ആയിഷ. ആയിഷ ബീവി ഓടിപ്പോവുകയാ. എന്തിനാ ഈ സമയത്ത്? റസൂലുള്ളാഹിക്ക് 7 ദിർഹം എന്നറിയില്ല. റബീഉൽ അവ്വൽ 11ന് ബോധം വന്ന റസൂലുള്ളാഹി തങ്ങൾ 7 ദിർഹം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് ആയിഷ ബീവി കൊണ്ടുപോയി കൊടുത്തപ്പോ, അല്ലാ, എന്റെ ആയിഷ, പൊന്നുമോളെ ആയിഷ, ഇതെന്റെ ദിർഹമാ. പക്ഷെ ഈ ദിർഹം എങ്ങാനും ഇന്ന് ഞാൻ മരിച്ചു പോയാൽ, ഇന്ന് ഈ
മുഹമ്മദ് മരണപ്പെട്ടാൽ ഈ 7 ദിർഹമിനെ കുറിച്ച് അല്ലാഹ് എന്നോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും. അതുകൊണ്ട് ആയിഷ ഈ 7 ദിർഹം കൊണ്ടുപോവണേ, പാവങ്ങൾക്ക് കൊടുക്കണേ. ഇത് വീട്ടിൽ ആവശ്യമില്ലാത്ത 7 ദിർഹമാ, ഇത് കൊണ്ടുപോ ആയിഷ എന്ന് പറഞ്ഞിട്ട് തന്റെ ഭാര്യന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാ. ഭാര്യ അതാ കൊണ്ടുപോയിട്ട് ദാനം നൽകുകയാ. തിരിച്ച് ആയിഷ ബീവി റബീഉൽ അവ്വൽ 11 വരികയാ. അന്ന് രാത്രി സഹാബത്തുൽ കിറാം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരികയാ. ആരാ വരുന്നതെന്നറിയുമോ? സിദ്ദീഖ് തങ്ങളാ. എന്റെ പെങ്ങളെ ഓർത്തു നോക്ക്, റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി വഫാത്താവുകയാ. എന്റെ പെങ്ങളെ, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കീഴിൽ നമ്മൾ കഴിയുമ്പോ വാട്സപ്പിന്റെ, ട്വിറ്ററിന്റെ, ഫേസ്ബുക്കിന്റെ, ഓർക്കുട്ടിന്റെ, നിംബസിന്റെ, ടെലഗ്രാമിന്റെ, IMO വീഡിയോ കോളിന്റെ പുതിയ ആധുനിക സോഷ്യൽ മീഡിയകൾക്കിടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എല്ലാം മറന്നുകൊണ്ട് ജീവിതത്തിന്റെ ചില ഭൗതിക ഭ്രമങ്ങൾക്ക് മീതെ അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കുമ്പോ ഹബീബായ തങ്ങൾക്ക് റബീഉൽ അവ്വൽ 12 രാവിന് 11 രാത്രിക്ക് റസൂലുള്ളാഹിന്റെ വീട്ടില് വെളിച്ചമില്ല, രാത്രി ഇരുട്ടാ. അവിടേക്കാ സിദ്ദീഖ് തങ്ങൾ വരുന്നത്. സിദ്ദീഖ് തങ്ങൾ വരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, തന്റെ മകള് ആയിഷ ബീവിയുണ്ട്. ആയിഷ പൊന്നുമോളെ, ആയിഷ എന്ന് പറഞ്ഞു മാടി വിളിക്കുന്നുണ്ട് സിദ്ദീഖ് തങ്ങൾ. ആയിഷ ബീവിയോട് ചോദിച്ചു, എന്താ ലൈറ്റ് കത്തിക്കാത്തത്? എന്താ വെളിച്ചമില്ലാത്തത്? എന്താ എന്റെ ഹബീബിന് പറ്റിയത് ആയിഷ? ഹബീബ് തങ്ങളെ പനി മാറിയില്ലേ ആയിഷ? എന്റെ പ്രിയപ്പെട്ട നല്ലവരിൽ നല്ലവരായ ദീനീ സ്നേഹികളെ, എന്റെ ഉമ്മമാരെ, ആയിഷ ബീവി പറയുകയാണ് പൊട്ടിക്കരഞ്ഞിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് നിന്നിട്ട് ഒരു പെണ്ണ്, ഒരു ഭാര്യ, നമ്മളെ ഉമ്മ ആയിഷ ബീവി പറയുകയാ, എത്ര വലിയ പ്രകാശത്തിലാ നമ്മൾ കഴിയുന്നത്, എത്ര വലിയ മോഡൽ ലൈറ്റുകളാ നമ്മുടെ വീടുകളിലുള്ളത്, എത്ര തരത്തിലാ ലൈറ്റുകൾ കത്തിക്കുന്നത്. റസൂലുള്ളാഹി സുൽത്താൻ, നമ്മുടെ ചെങ്കിലെ ചോരയായ, കണ്ണിന്റെ കാതലായ, ഹൃദയത്തിന്റെ തുടിപ്പായ 200ഓളം കോടി മുസൽമാന്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലിരുട്ടാ. ആയിഷ ബീവി പറഞ്ഞു, ഉപ്പാ, ഈ വീട്ടിൽ വിളക്ക് കത്തിക്കാനില്ല, എണ്ണയില്ല. ഇപ്പാ, ഉണ്ടായിരുന്ന 7 ദിർഹം ദാനം കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളക്ക് കത്തിക്കാൻ ഈ വീട്ടിലൊരു പൊട്ട് എണ്ണയില്ല. അതുകൊണ്ടാണ് ഉപ്പാ വിളക്ക് കത്തിക്കാത്തതെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി ഇറങ്ങി നടക്കുകയാ. തന്റെ പിതാവായ സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചിട്ട് കൂരിരുട്ടിൽ മസ്ജിദുൻ നബവിയിലെ റൗദത്തും മിൻ റിയാദിൽ ജന്നയുടെ സമീപത്തുള്ള ആയിഷയുമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാ. സിദ്ദീഖ് തങ്ങളും മകൾ ആയിഷയും എവിടേക്കെന്നറിയുമോ? അപ്പുറത്തുള്ള ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോയിട്ട് ചോദിക്കണം, എന്റെ ഭർത്താവും മകള് ഫാത്തിമയും ഇരുട്ടിലാ, വിളക്ക് കത്തിക്കാൻ ഒരൽപ്പം എണ്ണ തരുമോ എന്ന് ചോദിക്കാൻ, യാചിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യ ആയിഷ ഉമ്മയും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ചെന്നിട്ട് അതാ എണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് രാത്രി കത്തിച്ചിട്ടാണ് അന്ന് രാത്രി അല്ലാഹുവേ നേരം പുലരുന്നത്. പനിക്ക് ആശ്വാസമാ. പക്ഷെ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ പനി കൂടുകയാണ്. ഫാത്തിമ, പൊന്നുമോള് ഫാത്തിമ കരയുകയാ. റസൂലുള്ളാഹിന്റെ പെടക്കല് കണ്ടിട്ട് വേദന കൊണ്ട് പുളയുകയാ. ഫാത്തിമാനെ വിളിച്ചു, മോളെ ഫാത്തിമ, എന്തിനാ കരയുന്നേ ഫാത്തിമ, വാ എന്ന് പറഞ്ഞ് ഫാത്തിമാനെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷെ കരയരുതിട്ടോ മോളെ. നമ്മൾ ഉപ്പയും ഉമ്മയും ഒക്കെ മരിക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ടവരെ. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, കരയല്ലേ മോളെ, ഉപ്പാന്റെ മരണം വരികയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഫാത്തിമ ബീവി വീണ്ടും മലറുകയാ. ഉപ്പാന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പോയി ആ ഈന്ത
ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ വീടിന്റെ ഒരു തൂണിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിമ വീണ്ടും ഇരുന്ന് കരയുകയാ. ആ സമയത്ത് വീണ്ടും വിളിച്ചു, മോളെ ഫാത്തിമ ഇങ്ങ് വാ. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ പറയുന്നുണ്ട്, ഫാത്തിമ കരയരുത് പൊന്നുമോള്, ഉപ്പയുടെ മോള് കരയല്ലേ. ഞാൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ ആദ്യം എന്റെ അടുത്തേക്ക് വരാനുള്ളത് ഫാത്തിമയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഉപ്പാ, നിങ്ങൾ പിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയണില്ല ഉപ്പച്ചി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടിന്റെ ഒരു മൂലയിൽ ഫാത്തിമ കരയുന്നു, ഒരു മൂലയിൽ ആയിഷ ബീവി കരയുന്നു. അതാ വാതിലിൽ മുട്ടുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ. നബിയുടെ അഹ്ലു ബൈത്തേ, വാതിലൊന്ന് തുറക്കണേ. ആരും മിണ്ടിയില്ല. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. രണ്ടാമതും വന്നിട്ട് അസ്സലാം, വാതിൽ തുറക്ക അഹ്ലു ബൈത്തേ. മൂന്നാമതും വിളിച്ചപ്പോഴാണ് മകള് ഫാത്തിമ പറഞ്ഞു, ആരാ നിങ്ങള്? എനിക്കറിയില്ല, ഉപ്പച്ചി വയ്യാതെ കിടക്കുകയാ, തളർന്ന് കിടക്കുകയാ, നിങ്ങൾ പിന്നീട് വരണേ, ഇപ്പോൾ പോവണേ. ആരാണ് പുറത്തു വന്നതെന്ന് ഫാത്തിമ ബീവിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട നല്ലവരിൽ നല്ലവരെ, ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലും വരാൻ സാധ്യതയുള്ള ഒരാളാണ് മലക്ക് മൗത്ത് അസ്റായീൽ നസലൽ അമീൻ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വാതിൽ തുറന്നു കൊടുക്കുമോളെ, അസ്റായീൽ വരട്ടെ, അവരിങ്ങോട്ട് വരട്ടെ. അസ്റായീൽ വരുമ്പോഴാ ആയിഷ ബീവി പറയുന്ന, ആയിഷ ബീവിയോട് റസൂല് പറയുന്നത്, ഞാൻ പോവുകയാ, എനിക്കൊരു മിസ്വാക്ക് തരുമോ, എനിക്കൊരു മിസ്വാക്ക് തരുമോ? പല്ലു തേക്കാനുള്ള മിസ്വാക്ക് ആയിഷ ബീവി എടുത്തു കൊടുക്കുകയാ. കയ്യിൽ പിടിച്ച് എല്ലാ സമയവും മിസ്വാക്ക് ചെയ്ത റസൂല് പറയാ, എനിക്ക് കഴിയണില്ല ആയിഷു, എനിക്ക് കഴിയണില്ല, എന്റെ പല്ലൊന്ന് തേച്ചു തരുമോ? അവസാനത്തെ നിമിഷം മിസ്വാക്ക് പൊക്കാൻ കഴിയാത്ത ലോകത്തിന്റെ നായകന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാ ആയിഷ ഉമ്മ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അനങ്ങുന്ന ചലിക്കുന്ന കൈ മെല്ലെടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് മുഖം ഇങ്ങനെ, റസൂലുള്ളാഹി തങ്ങളെ കൈ ഇങ്ങനെ അവശതായ കൈയെടുത്തിട്ട് മുഖം ഇങ്ങനെ കഴുകുന്നുണ്ട്. ഇവിടെ പറയുന്നു പ്രിയപ്പെട്ടവരെ, ആ മുഖം കഴുകല് പോലും ആയിഷാരെ കൊണ്ട് പഠിക്കരുതേ എന്ന ആഗ്രഹം കൊണ്ടാണത്രേ പുണ്യനബി അവസാനമായിട്ട് അവശതയായ ആ കൈയെടുത്തിട്ട് അല്ലാഹുവേ വെള്ളം കൊണ്ട് മുഖം കഴുകുകയാ. അസ്റായീൽ വരികയാണ്. അല്ലാഹ്, ആയിഷ ബീവിന്റെ നെഞ്ഞത്താണ് റസൂലുള്ളാഹി തങ്ങൾ തല വെച്ച് കിടക്കുന്നത്.